വളരെ പെട്ടെന്ന് കുക്കറിൽ ഞാനിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അതെങ്ങനെയാണെന്നൊന്ന് കാണാം. അധികം പാത്രങ്ങളൊന്നും കഴുകി മെനക്കെടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. അതിനാദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇടാം. 2 വലിയ സ്പൂൺ കട്ട തൈരും കൂടി ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ബിരിയാണിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചിരിക്കും. ഇനി അടുത്ത റൈസാണ്. അത് ഞാൻ 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണിത്. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ എണ്ണയും ഒഴിച്ച് അതിലേക്ക് കുറച്ച് റോ മസാലാസ്, 2 ബേ ലീഫ്, 2 പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക ഇത്ര ഇട്ടൊന്നും ചൂടായ ശേഷം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് നന്നായിട്ടൊന്നും ബ്രൗൺ നിറമാക്കി എടുക്കണം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്നായി കിട്ടും. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഒരുവിധം കുക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത് ഞാൻ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ്, അതും കൂടി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈരും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി അതൊന്ന് എണ്ണ തെളിയാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് അതും ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് പ്രഷർ റിലീസ് ആകാനായിട്ട് വെക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ റിലീസായി 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ തുറന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. റൈസും ചിക്കനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റിനൊരു അരമണിക്കൂർ എടുക്കുന്ന സമയമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റിയുമാണ്. ലേസി ആയിരിക്കുന്ന സൺഡേകളിലൊക്കെ നമുക്ക് കുറച്ച് സലാഡും പിക്കിളും ഒക്കെ കൂട്ടി ഇതുപോലൊരു ബിരിയാണി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.